ഭരണഘടന പരിശോധിച്ചു നോക്കി. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവിക നേതാക്കൾ ഉണ്ടാക്കിയ ഭരണഘടന നോക്കൂ. ആ ഭരണഘടനയിൽ വളരെ വ്യക്തമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളും അതിന്റെ വ്യവസ്ഥകളും ഒക്കെ കാര്യമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ 4-ാം അനുച്ഛേദത്തിൽ 2-ാം ഭാഗത്ത് പറയുന്നുണ്ട്, ഒരു തീരുമാനമെടുക്കണമെങ്കിൽ 10 മുഷാവറ മെമ്പർമാർ വേണം. സമത്വയുടെ ഭരണഘടന വായിച്ചു. ഡിസിഷൻ ക്യാൻ ബി മെയ്ഡ് അക്കോർഡിംഗ് ടു ദ മെജോറിറ്റി ഒപ്പീനിയൻ ഡിസ്കസിംഗ് മാറ്റേഴ്സ് ഇഫ് ദർ ഹാവ് 10 or more മുഷാവറ members for മുഷാവറ മീറ്റിംഗ്. 10 or more members. 10 അതിൽ കൂടുതലോ മെമ്പർമാരുണ്ടെങ്കിൽ മുഷാവറ മീറ്റിംഗിൽ തീരുമാനമെടുക്കാം. ഇവരുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ആളുകൾ എത്ര? 6. ഈ 6 പേരെയും കൊണ്ട് അഭിഭാഷകന്റെ മുമ്പിൽ ചെന്നാൽ എങ്ങനെ സമത്വം ഉണ്ടാവും? അതുകൊണ്ട് അഭിഭാഷകൻ പറഞ്ഞു, വേഗം ഒരു ഭരണഘടനയും പുതിയൊരു സമത്വയും രൂപീകരിക്കണം. അങ്ങനെയാണ് മുല്ലക്കോയത്തകൾ രൂപീകരിച്ച സമത്വക്കെതിരെ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷ മേനോന്റെ പുതിയ മുഷാവറ രൂപപ്പെടുന്നത്. അത് നമ്മൾ പറയുന്ന ആക്ഷേപിച്ചുകൊണ്ടല്ല, സംഭവം അങ്ങനെയാണ്. അങ്ങനെ 40 അംഗങ്ങളെ എഴുതി ചേർത്ത് പുതിയ മുഷാവറ ഉണ്ടാക്കി റിട്ടേൺ കൊടുത്തു. കോഴിക്കോട് രജിസ്ട്രാർക്ക് കൊടുത്തു. രജിസ്ട്രാർ സ്വീകരിച്ചു. സമത്വയല്ലേ സ്വീകരിച്ചു. പക്ഷെ യഥാർത്ഥ സമത്വയുടെ റിട്ടേൺ സമയമായപ്പോൾ ശംസുലമ കൊടുത്തു, അതും സ്വീകരിച്ചു. രണ്ടും സ്വീകരിച്ചപ്പോൾ, രണ്ടും ഒരുമിച്ച് സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് സംശയമായി. ഒരു ഫയലിൽ 2 എണ്ണം, രണ്ടും സമത്ത, 2നെയും ജനറൽ സെക്രട്ടറി അബൂബക്കർ മുസ്ലിയാർ. അതുകൊണ്ട് അദ്ദേഹം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു സംഘടനയിലെ ഭിന്നിപ്പ്. അതുകൊണ്ട് അയാൾ സ്വയം ഒരു വിവേചനാധികാരം കാണിച്ചു. രജിസ്ട്രാർ കാണിച്ച വിവേചനാധികാരം 2 കാര്യങ്ങൾ മുൻനിർത്തി അയാൾ ചെയ്ത പ്രവർത്തനം. സമത്വയുടേത് സ്വീകരിച്ചു, ഇവരുടേത് തള്ളി. ഇവരുടേത് തള്ളിയപ്പോൾ ഇവർ ചെയ്ത പ്രവർത്തനം, ഈ തള്ളിയതിനെതിരെ രജിസ്ട്രാർക്ക് എതിരെ കേസ് കൊടുത്തു കേരള ഹൈക്കോടതിയിൽ. കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ഇവർ ചെന്ന് വാദിച്ചു. വളരുന്ന കുട്ടികൾ ശരിക്കും ശ്രദ്ധിക്കണം. കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് മുമ്പിൽ വാദിച്ചു, ഒരു രജിസ്ട്രാർക്ക് 2 അപേക്ഷ വന്നാൽ ഒരു സംഘത്തെക്കുറിച്ചുള്ള അവകാശവാദത്തിൽ ഒന്ന് സ്വീകരിക്കാനും തള്ളാനുമുള്ള അധികാരം അയാൾക്കില്ല. അയാൾ 2ഉം സ്വീകരിക്കണം. അയാൾ തള്ളിയത് തെറ്റാണ്, ഞങ്ങളത് തള്ളാൻ പാടില്ല. പ്രഥമ നിട്ടിയ ആ വാദം ശരിയാണ്. ആ വാദം അംഗീകരിച്ച് സിംഗിൾ ബെഞ്ച് ഇവർക്ക് അനുകൂലമായി വിധിച്ചു. അനുകൂലമായി വിധിച്ചപ്പോൾ പ്രകടനം നടത്തി, പടക്കം വരെ പൊട്ടിച്ചു, പുതിയ ശൈലി സ്വീകരിച്ചു. സമത്വ കക്ഷി ചേർന്നു. രജിസ്ട്രാർ നേരിട്ട് അദ്ദേഹത്തിന്റെ കാര്യം ബോധിപ്പിച്ചു. ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ വിഷയം വന്നു. സിംഗിൾ ബെഞ്ച് വിധിച്ചത് ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ വന്നു. ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ വന്നപ്പോൾ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ വാദം രജിസ്ട്രാർ തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാദം കോടതി കൊടുത്തു. ഒരു സംഘത്തെ കുറിച്ചാണ് 2 അഭിപ്രായം വരുന്നത്. ഞാൻ ഒന്ന് സ്വീകരിക്കാനുള്ള കാരണം, ആ സ്വീകരിക്കാൻ മാനദണ്ഡമാക്കിയത് 2 വിഷയമാണ്. അത് സ്വീകരിച്ചത് ആരുടേതാണോ 957 മുതൽ അദ്ദേഹമാണ് ഇത് സമർപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വൈകിയാണ് കിട്ടിയത്. അപ്പോഴാണ് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ അവകാശി. 57 മുതൽ ആ ഫയലിൽ 57 മുതൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ സമർപ്പിക്കുന്ന റിട്ടേൺ ആണുള്ളത്. അത് സ്വീകരിച്ചു. 2, നിയമകോടതിയിലെ നടപടിക്രമ പ്രകാരം വിദ്യാഭ്യാസ ബോർഡ് എന്ന സംഘം ഇതിന്റെ കീഴിലാകുന്നു. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം അന്യായമായി പ്രിന്റ് ചെയ്ത കേസിൽ കോഴിക്കോട് ജസ്റ്റിസ് രാംകുമാർ ഈ തള്ളപ്പെട്ട കക്ഷിക്കെതിരെ വിധിച്ച് സ്വീകരിക്കപ്പെട്ട കക്ഷിക്ക് അനുകൂലമായ ജഡ്ജ്മെന്റ് എന്റെ കയ്യിലുണ്ട്. അതും വെച്ചുകൊണ്ടാണ് ഞാനത് സ്വീകരിച്ചത്. അത് ന്യായമാകുന്നു. അതൊരു ന്യായമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പള്ളി കമ്മിറ്റി, ആ പള്ളി കമ്മിറ്റിക്ക് 10 കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് 10ഉം കണ്ടു കൊണ്ടുപോയി കൊടുത്തു. 10ഉം സ്വീകരിക്കുക രജിസ്ട്രാർ. 10 കമ്മിറ്റിയോ? അതൊന്നല്ലേ സ്വീകരിക്കാൻ പറ്റൂ? ആ വാദം തള്ളാനും കൊള്ളാനുമുള്ള അവകാശം അയാൾക്കില്ല, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അയാൾ തീരുമാനിച്ചത് ഈ 2 പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപാട് കാലമായി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 2 കോടതി വിധി അയാൾക്ക് അനുകൂലമുണ്ട്, അത് സ്വീകരിച്ചു. അത് പറഞ്ഞപ്പോൾ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു കൊടുത്തു. ഇതാണ് ശരി, രജിസ്ട്രാർ ചെയ്തത് തെറ്റല്ല. രജിസ്ട്രാർ ഈ 2 രേഖ വെച്ച് സ്വീകരിച്ചതാണ്. 57 മുതൽ ജനറൽ സെക്രട്ടറി ആയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാൻ ഇയാൾക്ക് അവകാശമുണ്ട്. ഇവർക്ക് ഇവരുടെ സംഘടനയാണ് യഥാർത്ഥ സമത്വ എന്ന് മോഹമുണ്ടെങ്കിൽ തെളിയിക്കാൻ ഏതെങ്കിലും ഒരു കോമ്പറ്റന്റ് കോടതിയെ സമീപിക്കാവുന്നതാണ്. അവർ കോടതിയിലേക്ക് പോയില്ല, പകരം രജിസ്ട്രാർക്കെതിരെ നേരെ പോയി സുപ്രീം കോടതിയിൽ. അതേ വിധി സുപ്രീം കോടതി വീണ്ടും ആവർത്തിച്ചു. അതേ വിധി ആവർത്തിച്ചപ്പോൾ തിരിച്ചു പോന്നു. അപ്പൊ ഇവര് പിന്നെ പ്രചരിപ്പിച്ചെന്താ, ഡിവിഷൻ ബെഞ്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിംഗിൾ ബെഞ്ച് നമുക്ക് അനുകൂലമാണ്. സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ചോടുകൂടി ബാത്തിലല്ലേ? യോഗത്തിലല്ലേ സിംഗിൾ ബെഞ്ച് വലുത്? കോടതിയിൽ ഡിവിഷൻ ബെഞ്ചല്ലേ വലുത്?
ഇവരെ സംബന്ധിച്ചിടത്തോളം ഓർക്കണം, ആ നിയമ നടപടിയിൽ ദയനീയമായി പരാജയപ്പെട്ടു. ആ നിയമ നടപടിയിലും പരാജയപ്പെട്ടപ്പോൾ ഇവരെന്ത് ചെയ്തു? പിന്നീട് ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങി വന്നുകൊണ്ട് ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മദ്രസകൾ പിടിച്ചടക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഭരണസ്വാധീനത്തിൽ നിന്നും അത്ര വലിയൊരു പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളൊരു ഘട്ടം വന്നു. തുടക്കത്തിൽ നമ്മുടെ സ്ഥാപനങ്ങൾ കയ്യേറുകയും ആ സ്ഥാപനങ്ങൾക്ക് മധ്യ ചുമര് വെക്കുകയും ചെയ്തപ്പോൾ നല്ല സഹായം ഇവർക്ക് ലഭിച്ചിരുന്നു. ആ സഹായം പിൽക്കാലത്ത് ലഭ്യമാകാതെയായി. ആ സഹായം ലഭ്യമാകാതെ വന്നപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം അവരെ അലട്ടുകയും അതിന്റെ പേരിൽ പിന്നീട് ഇഷ്യൂകൾ ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഒരു പ്രത്യേക കബളിപ്പിക്കൽ തന്ത്രം കൊണ്ടുവരികയും ചെയ്തു. അതായിരുന്നു പരസ്യമായി ഇവർ ഇലക്ഷൻ സമയത്തെടുത്ത ഏറ്റവും വലിയ അടവ്. കേരളത്തിലെ നടപടിക്രമം അനുസരിച്ച് കുറച്ചുകാലം UDF വരും, പിന്നെ LDF വരും. UDF ഇവിടെ ഭരിച്ചു, അതിനുശേഷം LDF വന്നു. ഒരു UDF വിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞു വീശി. കേരളത്തിൽ 20 സീറ്റിലും ലോക്സഭയിൽ പരാജയപ്പെട്ടു, 19 സീറ്റിൽ പരാജയപ്പെട്ടു, 1 വിജയിച്ചു നിന്നു. എന്നതുപോലെ കേരളത്തിലെ പ്രഗത്ഭരായ പലരും പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട സന്ദർഭത്തിൽ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ പിൻബലം കൊണ്ടാണ്, ഞങ്ങൾ പിന്തുണച്ചിട്ടാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളമാണ്. ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് ഈ ഭരണത്തോട് ജനങ്ങൾക്ക് വിദ്വേഷമുണ്ട്. ആ വിദ്വേഷം ചൂഷണം ചെയ്ത് സ്വാഭാവികമായും ഇലക്ഷനിൽ ഒരു മറിച്ച ചിന്ത ഉണ്ടാകും, കേരളത്തിന്റെ സ്വഭാവം അനുസരിച്ചും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചും. അങ്ങനെ വന്നാൽ ഞങ്ങളാണ് ഇവരെ വിജയിപ്പിക്കാൻ പങ്കുവഹിച്ചത് എന്ന് അവകാശപ്പെടണമെങ്കിൽ ചില നീക്കുപോക്ക് നടത്തിയേ പറ്റൂ. ഇപ്പൊ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ നാടകം അതാണ്. അതിനവർക്ക് ചില മതിയായ കാരണങ്ങളുമുണ്ട്. ആ മതിയായ കാരണങ്ങൾ എന്തെന്ന് പരിശോധിച്ചാൽ, ഒന്ന്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തെളിവായി ഉദ്ധരിച്ചത് ഞങ്ങൾക്ക് സ്കൂളുകൾ തന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇലക്ഷൻ സമയത്തിന്റെ മുമ്പ് ഞങ്ങൾ ആരെ പിന്തുണക്കുന്നു എന്ന് പറയാറില്ല. ജയിച്ചു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ പിന്തുണച്ചിരുന്നു എന്ന് പറയുകയല്ലാതെ ഇന്ന ആളെ ഞങ്ങൾ പിന്തുണക്കുന്നവര് പറയാറില്ല. ഇപ്പോഴും പറയുന്നില്ലല്ലോ, സഹായിക്കുന്നവരെ സഹായിക്കും. അതാരാ? ജയിച്ചവരൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതന്നെ, സഹായിക്കുന്നവരെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പമാണ്. ജയിച്ചവരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്, തോറ്റവരെ ഞങ്ങൾ സഹായിച്ചിട്ടില്ല. ഇതാണ് ഇവരുടെ പൊതുനയം. രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഏത് നയമാണ് സ്വീകരിക്കുന്നത്? സമത്വക്ക് ഒരു നയമുണ്ട്. വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനക്ക് രാഷ്ട്രീയമില്ല. തെരഞ്ഞെടുപ്പിൽ അത് പ്രത്യേകമായി ഒരു പ്രത്യേക രാഷ്ട്രീയ സമയം തെരഞ്ഞെടുപ്പ് സമയത്ത് കാണാറില്ല. നിങ്ങളാണ് ഇലക്ഷൻ സമയത്ത് സമത്വക്ക് രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞ ആളുകൾ കൊടികുത്തി പ്രചരണം നടത്താനും വീട് വീടാൻ തന്നെ കയറിയിറങ്ങുവാനും ഒരു സമൂഹത്തെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നത്. നിങ്ങളാണ് ചില ആളുകളെ സ്ഥാപനത്തിൽ വിളിച്ചുകൊണ്ട് സൽക്കരിച്ചത്. സമത്വയുടെ നയമാണോ? അങ്ങനെ ഒരു നയവും പാരമ്പര്യവും സമത്വക്ക് ഉണ്ടായിട്ടുണ്ടോ? സമത്വയുടെ പേര് വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഇത്തരം പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് സ്ഥാപനം നടത്താം, സ്വന്തമായ പ്രവർത്തനമാകാം, പക്ഷെ സമത്വയുടെ പേര് വെച്ച് ഈ രാഷ്ട്രീയ കളി എന്തിനാ? പാണക്കാട് കുടുംബത്തിന്റെ സൽപ്പേര് ഉപയോഗപ്പെടുത്തിയിട്ട് വേണോ നിങ്ങളെ സമ്മേളനം വിജയിപ്പിക്കാൻ? ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി, മഹലിലേക്ക് കടന്നു ചെന്നാൽ ഒരു മദ്രസ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ജലബോർഡിൽ ആളുകൾ അംഗീകരിക്കുന്നില്ല. ഗവൺമെന്റിൽ നിന്ന് പഴയ പോലെ സഹായമില്ല. ഞങ്ങൾക്ക് സ്കൂൾ തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് ഞങ്ങൾക്ക് സ്കൂൾ തരുന്നവരെ ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞ വർഷം എത്രയായി? ഒരു എയ്ഡഡ് സ്കൂള് പോലും നിങ്ങൾക്ക് തന്നോ? ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു എയ്ഡഡ് സ്കൂള് പോകട്ടെ, സർക്കാർ ശമ്പളം കൊടുക്കണ്ടാത്ത, നിങ്ങൾ ശമ്പളം കൊടുക്കുന്ന സ്കൂളിന് അംഗീകാരമെന്ന ഒരു രേഖ തന്നോ? UDF ഗവൺമെന്റ് തന്ന സ്കൂൾ നിങ്ങൾ മറന്നോ? ഇവിടെ UDF ഭരിച്ചിരുന്ന സമയത്ത് ഓമശ്ശേരി നിങ്ങൾ ഇർഷാദ് സ്ഥാപനത്തിന് തന്നിട്ടില്ലേ? മാറഞ്ചേരിയിൽ കൊടുത്തിട്ടില്ലേ? ചെമ്മാട് ദാറുൽ ഹുദ അക്കാദമിക്ക് തൊട്ടടുത്ത് കുത്തുബ് സമാൻ ഇംഗ്ലീഷ് മീഡിയത്തിന് കൊടുത്തില്ലേ? കുഴിമണ്ണയിൽ ഇസ്സത്ത് എന്ന് പറയുന്ന ഇവരുടെ സ്കൂളിൽ കൊടുത്തിട്ടില്ലേ? UDF ഗവൺമെന്റ് അല്ലേ നിങ്ങളുടെ സ്ഥാപനത്തിലെ സ്കൂൾ ഗേൾസ് ആൻഡ് ബോയ്സ് ആക്കി ബൈഫർക്കേറ്റ് ചെയ്ത് തന്നത്? ഈ മന്ത്രിസഭ നിങ്ങൾക്ക് തന്ന ഒരു സ്കൂളിന്റെ കണക്ക് പറ. ഈ മന്ത്രിസഭയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ആ കിട്ടാത്ത വിഷമം നിങ്ങളെ മനസ്സിലുണ്ട്. 14 സ്കൂള് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ എപ്പോഴാ തന്നത്? എറണാകുളത്ത് ഒരു സമ്മേളനം വെച്ച് ശിഹാബ് തങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സ്കൂള് കിട്ടണമെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരെ പേടിപ്പിക്കണമെങ്കിലും ഇന്ന് നിങ്ങളെ ഗതി ശിഹാബ് തങ്ങളെ പേര് ദുരുപയോഗം ചെയ്യേണ്ട ഗതിയാണ് നിങ്ങൾക്ക്. ആ പേര് പറയാതെ നിങ്ങളെ ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ഭയപ്പെടുന്നില്ല. കേരള രാഷ്ട്രീയത്തിലെ ആ ഇതിഹാസ പുരുഷന്റെ പേര് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം.
അദ്ദേഹത്തിന്റെ പേരില്ലാതെ ഒരു സ്കൂൾ പോലും നിങ്ങൾക്ക് ഇന്ന് കിട്ടൂല. സമ്മേളനത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞ ലോകം അറിയില്ലല്ലോ. നേരെ മറിച്ച് സുവനീറിലുണ്ട് തങ്ങളുമായി